വയനാട് മേപ്പാടിയിലെ പഴകിയ ഭക്ഷ്യവസ്തുക്കൾ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്ന് വയനാട് ജില്ലാ കളക്ടർ മേഘശ്രീ. കിറ്റ് ലഭിച്ചത് റവന്യൂ വകുപ്പിൽ നിന്നെന്ന് കോൺഗ്രസ്. അതേസമയം സംഭവത്തിൽ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് BJP. വിവരങ്ങളുമായി അർജുൻ PS അവിടെ നിന്ന് ചേരുന്നുണ്ട്. അർജുൻ, കഴിഞ്ഞ ദിവസം നമുക്കറിയാം അർജുനാണ് ആ സ്ഥലത്തേക്ക് ആദ്യം ഓടിയെത്തിയത്, അവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. നമുക്കറിയാം കഴിഞ്ഞ ദിവസം അവരുടെ കിറ്റിൽ നിന്ന് ലഭിച്ചത് പുഴുവരിച്ച അരിയാണ്. അതോടൊപ്പം തന്നെ കേടായ ഭക്ഷ്യവസ്തുക്കൾ കൂടി അതിനകത്തുണ്ടായിരുന്നു. അവർക്ക് നൽകിയ വസ്ത്രങ്ങൾ എങ്ങനെയുള്ളതാണ്? കാരണം ഉപയോഗിച്ച് പഴകിയ വസ്ത്രങ്ങളാണ് ദുരന്ത ബാധിതർക്ക് നൽകിയത്. നമുക്കറിയാം വയനാട് ദുരന്തം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആഘാതമേൽപ്പിച്ച, ആ ദുരന്തം അനുഭവിച്ചവർക്ക് മാത്രമല്ല അത് കണ്ടു നിന്നവർക്ക് പോലും സഹിക്കാൻ കഴിയാത്ത വിധം നടന്ന ഒരു ദുരന്തം. അതിന് ഇരയാക്കപ്പെട്ടവർക്ക് ഇങ്ങനെയാണോ ഭക്ഷ്യവസ്തുക്കൾ നൽകേണ്ടത്, അല്ലെങ്കിൽ അവരെ ഇങ്ങനെയാണോ ട്രീറ്റ് ചെയ്യേണ്ടത്? ഗുഡ് മോർണിംഗ്. അത്തരത്തിൽ തന്നെയാണ് വയനാട്ടുകാരുടെ ഓരോരുത്തരെയും ചോദ്യമുള്ളത്. പ്രത്യേകിച്ച് ചൂരമല മുണ്ടക്കൈ ദുരന്തബാധിതരുടെ ചോദ്യം കഴിഞ്ഞ ദിവസം തന്നെ അവർ നമ്മളോട് ചോദിച്ചത് ഇപ്രകാരമാണ്: ഇപ്പോൾ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങൾക്ക് സഹായം ആവശ്യം തന്നെയാണ്, പക്ഷേ ഇത്തരത്തിലുള്ള സഹായമല്ല ആവശ്യം, ഭക്ഷണ സാധനങ്ങൾ ആവശ്യമാണ്. പക്ഷെ കഴിക്കാൻ കഴിയുന്ന ഭക്ഷണ സാധനങ്ങളായിരിക്കും തങ്ങൾക്ക് തരേണ്ടത് എന്നുള്ളതാണ് അവർ കഴിഞ്ഞ ദിവസം നമ്മളോട് പറഞ്ഞത്. വലിയ വികാര നിർഭരമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു അത്. അതായത് അത്തരത്തിൽ എല്ലാം നഷ്ടപ്പെട്ട്, തങ്ങളുടെ വീട് നഷ്ടപ്പെട്ടു, തങ്ങളുടെ ആളുകൾ നഷ്ടപ്പെട്ട്, എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്കിടയിലേക്കാണ് ഇത്തരത്തിൽ ഭക്ഷ്യയോഗ്യമല്ലാത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഭക്ഷ്യധാന്യങ്ങളൊക്കെ നൽകുന്നത് എന്നുള്ളത് വേണം നമുക്ക് പറയുവാൻ. മീനങ്ങാടി പഞ്ചായത്ത്, അതായത് UDF ഭരിക്കുന്ന പഞ്ചായത്താണ്. ഈ പഞ്ചായത്തിൽ നിന്നാണ് ഇങ്ങനെ ഒരു ദുരനുഭവം ഇവർക്ക് ലഭിച്ചിട്ടുള്ളത്. പഞ്ചായത്തിൽ നിന്നാണ് ഈ കിറ്റ് കിട്ടിയത് എന്നുള്ളതാണ് അവർ വ്യക്തമായി പറയുന്നത്. അതിന് കൃത്യമായ രേഖകളുണ്ട്. അവർക്കൊരു ബുക്ക് നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ കിറ്റ് നൽകുമ്പോൾ അത് എഴുതി വെക്കുവാനുള്ള ബുക്ക് നൽകിയിട്ടുണ്ട്. ആ ബുക്കിലടക്കം പഞ്ചായത്ത് നൽകിയതാണെന്നുള്ള വ്യക്തമായി അതിൽ എഴുതിയിട്ടുണ്ട്. എന്നാൽ പഞ്ചായത്ത് അധികൃതർ പറയുന്നത് മറ്റൊരു കാര്യമാണ്. തങ്ങൾക്ക് ഈ കിറ്റ് തരുന്നത് റവന്യൂ വകുപ്പാണ്, റവന്യൂ വകുപ്പിൽ നിന്നാണ് ഈ കിറ്റ് ലഭിക്കുന്നത് എന്നുള്ളതാണ് ഈ പഞ്ചായത്ത് അധികൃതർ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇതിന് ഉത്തരവാദിത്തം പഞ്ചായത്തും റവന്യൂ വകുപ്പും ഒരുപോലെയാണെന്ന് നമുക്ക് പറയേണ്ടി വരും. പഞ്ചായത്ത് അധികൃതരുടെ മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് ചട്ടം നിലനിൽക്കുന്നതിനാൽ ജനപ്രതിനിധികൾ ഇതിൽ ഇടപെട്ടിട്ടില്ല എന്നുള്ളതാണ്. ഉദ്യോഗസ്ഥർ മാത്രമാണ് ഇതിൽ ഇടപെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. പക്ഷേ അത്തരത്തിലുള്ള ഒരു വാദം ഒരിക്കലും ന്യായമല്ല, അതൊരിക്കലും ശരിയല്ല. കാരണം എന്ന് പറയുകയാണെങ്കിൽ ഇത്തരത്തിൽ ഇവർക്ക് ഈ ധാന്യങ്ങൾ കഴിച്ച് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആര് ഉത്തരവാദിത്തം പറയും? അത്തരത്തിലുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത് ഈ ജനപ്രതിനിധികൾ തന്നെയാണ്. അതുകൊണ്ട് അവരുടെ മേൽനോട്ടത്തിൽ വേണം ഈ കാര്യങ്ങൾ നടക്കാൻ. അതായത് തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമല്ലാത്ത രീതിയിൽ ഇവർക്ക് ഈ കാര്യങ്ങൾ മേൽനോട്ടം വഹിക്കാനുള്ള അവസരമുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങളുണ്ട്. എന്നിരുന്നാൽ തന്നെയും അത്തരത്തിൽ തങ്ങൾക്ക് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്യോഗസ്ഥരുടെ മേൽ മാത്രം പഴിചാരുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കണ്ടുവരുന്നത്. റവന്യൂ വകുപ്പിനും ഇത്തരത്തിൽ ഈ ഒരു നടപടിയിൽ നിന്നും അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ നിന്നും ഒളിച്ചോടാൻ കഴിയില്ല. റവന്യൂ ഉദ്യോഗസ്ഥർക്കും ഈ ഒരു വിഷയത്തിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയില്ല. കാരണം റവന്യൂ വകുപ്പിലെ ഈ ഒരു വസ്തുക്കൾ എത്തുമ്പോൾ തന്നെ ഭക്ഷ്യയോഗ്യമാണോ എന്നുള്ളത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ആരോഗ്യ വകുപ്പ് അടക്കം വന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ ആ പരിശോധനയൊന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഈ കാര്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. അതായത് ഇത്തരത്തിലുള്ള ഈ പുഴുക്കൾ നിറഞ്ഞ റവയും അതുപോലെ തന്നെ അരിയും ഒക്കെ ഉള്ളപ്പോൾ, ഉള്ളൻ നിറഞ്ഞ അരി അടക്കമുള്ളപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. യാതൊരു വിധത്തിലുള്ള പരിശോധനയും ഇവിടെ നടക്കുന്നില്ല. ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പരിശോധന പോലും നടന്നിട്ടില്ല എന്നുള്ളത് വേണം നമുക്ക് മനസ്സിലാക്കുവാൻ. അങ്ങനെയെങ്കിൽ ഇതിന് ഉത്തരം പറയേണ്ടത് കളക്ടർ, ജില്ലാ കളക്ടർ കൂടി ഇതിന് ഉത്തരം പറയേണ്ടി വരും. റവന്യൂ വകുപ്പിന്റെ കീഴിലാണ് ഈ അരി സംഭരിച്ച് വെക്കുന്നതും അതുപോലെ തന്നെ വിതരണം ചെയ്യുന്നതുമെങ്കിൽ കൃത്യമായി തന്നെ ജില്ലാ കളക്ടർ അടക്കം ഇതിന് ഉത്തരവാദിത്തം പറയേണ്ടി വരും. മാത്രമല്ല റവന്യൂ വകുപ്പ് മന്ത്രി അടക്കം ഇതിന് ഉത്തരവാദിയാണ്. അത്തരത്തിൽ ഈ പറയുന്ന പഞ്ചായത്തും റവന്യൂ വകുപ്പും എല്ലാം ഒരുപോലെ ഉത്തരവാദികളാണെന്നുള്ളതാണ് നമുക്ക് പറയുവാൻ സാധിക്കുക. അത്തരത്തിൽ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് മറ്റൊരു വീഴ്ച വരാൻ സാധ്യതയുള്ളത് റവന്യൂ വകുപ്പ് കൊടുത്ത ഈ ഭക്ഷ്യക്കിറ്റ് ദിവസങ്ങൾ കഴിഞ്ഞായിരിക്കാം ചിലപ്പോൾ പഞ്ചായത്ത് നൽകിയിട്ടുണ്ടാവുക. അങ്ങനെയെങ്കിൽ പഞ്ചായത്തിന്റെ ഭാഗത്തും ഗുരുതരമായ തെറ്റുകുറ്റങ്ങളുണ്ട്. ആ കുറ്റം കൃത്യമായി തന്നെ കണ്ടുപിടിക്കേണ്ടതുണ്ട്. ആരുടെ കയ്യിലാണ് വീഴ്ച വന്നതെന്നുള്ളത്. റവന്യൂ വിഭാഗവും അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുന്ന ഒരു സാഹചര്യമാണുള്ളത്. മാത്രവുമല്ല, കഴിഞ്ഞ ദിവസം മന്ത്രി പറഞ്ഞത് എന്താണ്? ഇത് റവന്യൂ വകുപ്പ് വിതരണം ചെയ്ത കിറ്റുകളല്ല എന്നാണ്. അങ്ങനെ അല്ലെങ്കിൽ ആ കിറ്റുകൾ സന്നദ്ധ സംഘടനകൾ നൽകി എന്നെല്ലാം പറയുന്നു. സർക്കാർ സംവിധാനം വഴി നൽകുന്ന അല്ലെങ്കിൽ വിതരണം ചെയ്യുന്ന ഏത് സന്നദ്ധ സംഘടനകൾ നൽകിയാലും ശരി, സർക്കാർ സംവിധാനം വഴി വിതരണം ചെയ്യുന്ന ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പാക്കേണ്ടത് സർക്കാരിന്റെ തന്നെ ഉത്തരവാദിത്തമല്ലേ? കാരണം ഭക്ഷ്യ വിഷബാധയടക്കം വരാവുന്ന വസ്തുക്കളാണ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ളായിരുന്നത്.
നമ്മുടെ പ്രേക്ഷകൻ ഉണ്ണിമോഹൻ പറയുന്നത് ഇടത് വലത് മുന്നണികൾ ജനങ്ങളെ പുഴുവിനെ പോലെ കരുതുന്നു എന്നുള്ളതാണ്. തീർച്ചയായും അതിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പഞ്ചായത്ത് അധികൃതർ കഴിഞ്ഞ ദിവസം നമ്മളോട് പറഞ്ഞതാ ഈ സന്നദ്ധ സംഘടനകൾ നൽകുന്ന ഭക്ഷ്യക്കിറ്റുകളാകട്ടെ അത് കൃത്യമായി റവന്യൂ വകുപ്പിനാണ് നൽകുന്നത്, റവന്യൂ ഡിപ്പാർട്ട്മെന്റിനാണ് നൽകുന്നത്. റവന്യൂ ഡിപ്പാർട്ട്മെന്റാണ് ആ വസ്തുക്കളും തങ്ങൾക്ക് തരുന്നത് എന്നുള്ളതാണ് ആ പഞ്ചായത്ത് അധികൃതർ പറയുന്നത്. എന്തിനാൽ തന്നെ ഇവർ പറയുന്നതിൽ ആര് പറയുന്നതാണ് ശരിയെന്നുള്ളത് നമുക്കും ഇപ്പോൾ വ്യക്തമല്ല. അത്തരത്തിലുള്ള വ്യക്തത ഇനിയും വരേണ്ടിയിരിക്കുന്നു. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ പഴിചാരുമ്പോൾ അതിൽ അകപ്പെട്ടു പോകുന്നത് ഈ ദുരിതബാധിതരാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഒന്നുമില്ലാതെ തങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, എല്ലാം നഷ്ടപ്പെട്ട ആളുകളാണ്. അവരാണ് ഇവിടെ മറ്റ് വാടക വീടുകളിൽ താമസിക്കുന്നത്. ആ വാടക വീടുകളിൽ താമസിച്ച് തങ്ങളുടെ ഓരോ ദിവസവും തള്ളി നീക്കുന്നത് എങ്ങനെയെന്ന് അവർക്ക് പോലും അറിയില്ല. ആ സമയത്ത് സർക്കാർ നൽകിയ ധനസഹായമായ 300 രൂപ ഓരോ ദിവസവും 300 രൂപ നൽകാമെന്ന് പറഞ്ഞിരുന്നു. അത് 3 മാസം കൊണ്ട് നിർത്തലാക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. 10,000 രൂപ അടിയന്തര ധനസഹായം 10,000 രൂപ നൽകുന്നുണ്ടായിരുന്നു. പക്ഷെ പലർക്കും ആ അടിയന്തരമായ 10,000 രൂപ ലഭിച്ചില്ല എന്നുള്ള ഒരു വസ്തുത കൂടിയുണ്ട്. പിന്നീട് നമ്മളൊക്കെ വാർത്ത ചെയ്തു, ജനം ടിവിയാണ് ആ വാർത്ത ആദ്യം പുറത്തുവിട്ടത്. തുടർന്നാണ് പിന്നീട് 300 രൂപ കൊടുക്കാമെന്നുള്ള വീണ്ടും നൽകാനുള്ള ഒരു നിശ്ചയത്തിലേക്ക് സർക്കാർ എത്തിയത്. എന്തിനാൽ തന്നെയും 10,000 രൂപ അടിയന്തര ധനസഹായം 10,000 രൂപ ഇതുവരെയും കിട്ടാത്തവരുണ്ട്. ആ കിട്ടാത്തവരുടെ മുൻപിലേക്കാണ് ഇത്തരത്തിലുള്ള അരിയും മറ്റു സാധനങ്ങളും ഒക്കെ വെച്ചു നീട്ടുന്നത്. അതായത് ഇത്തരത്തിൽ ഉപയോഗശൂന്യമല്ലാത്ത വസ്തുക്കൾ വെച്ചു നീട്ടുന്നത് അത് ഒരിക്കലും ഗുണമല്ല. അത് റവന്യൂ വകുപ്പിന്റെ ഭാഗത്തു നിന്നായാലും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നായാലും UDF ആയാലും LDF ആയാലും ആരുടെ ഭാഗത്തു നിന്നായാലും വലിയ ഗുരുതരമായ പിഴവ് തന്നെയാണ്. ആരുടെ ഭാഗത്തായാലും ഭക്ഷ്യവകുപ്പായാലും ഇത് പരിശോധിക്കേണ്ടതുണ്ട്, ആരോഗ്യവകുപ്പ് പരിശോധിക്കേണ്ടതുണ്ട്. കൃത്യമായി തന്നെ ഇതിന് മറുപടി പറയേണ്ട ജില്ലാ കളക്ടർ അടക്കം ഇതിൽ മറുപടി പറയേണ്ട കാര്യവുമുണ്ട്. മാത്രമല്ല അർജുൻ, നമുക്കറിയാം വയനാട്ടിൽ ഇടതുപക്ഷം മാത്രമല്ല കോൺഗ്രസും ജനദ്രോഹത്തിന് വലിയ സംഭാവനകൾ ചെയ്യുന്നുണ്ടല്ലോ. കാരണം അതിന് ഉദാഹരണമല്ലേ ഇന്നലെ കോൺഗ്രസ് നേതാവിന്റെ വീടിന് സമീപത്ത് നിന്ന് രാഹുലിന്റെയും പ്രിയങ്കയുടെയും മുഖം പതിപ്പിച്ച കിറ്റുകൾ പിടിച്ചെടുത്തത്. തീർച്ചയായും അതും ഇവിടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒന്നാണ്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ കിറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അതായത് തിരുനെല്ലി UDF കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി പ്രസിഡന്റിന്റെ വീടിന്റെ അടുത്തു നിന്ന് മില്ലിൽ നിന്നാണ് ഇത്തരത്തിൽ വസ്തുക്കൾ കണ്ടെത്തിയത്. അതായത് 28 കിറ്റുകൾ കണ്ടെത്തിയത്. അതിൽ കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയത് രാഹുലിന്റെയും അതുപോലെ തന്നെ പ്രിയങ്കയുടെയും സോണിയയുടെയും അടക്കം മുഖം അടങ്ങിയ കിറ്റുകളാണ്. 28 കിറ്റുകളാണ് കണ്ടെത്തിയത്. അതാണ് അതിൽ ഏറ്റവും വലിയ പരിഹാസ്യം, അല്ലെങ്കിൽ അതിൽ ഏറ്റവും വലിയ നമ്മളെ ചിരിപ്പിക്കുന്ന ഒരു സാഹചര്യം വരെ അതിലുണ്ട്. അതായത് വ്യക്തമായി തന്നെ നമ്മൾ വോട്ടർമാർക്ക് കിറ്റ് നൽകുന്നു. ആ കിറ്റിന് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇവരുടെ ചിത്രങ്ങളാണ്. അതാണ് ഏറ്റവും രസകരമായിട്ടുള്ള അതിലൊരു വസ്തുത. അത്തരത്തിൽ 28 കിറ്റുകളാണ് അവിടെ നിന്നും കണ്ടെത്തിയത്. ഈ മില്ല് എന്ന് പറയുന്നത് ഈ ഒരു കോൺഗ്രസ് നേതാവിൻ്റെ തന്നെയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ മില്ലിൽ നിന്നാണ് 28 കിറ്റുകൾ കണ്ടെത്തിയത്. 28 കിറ്റുകൾ മാത്രമല്ല, അതിൽ കൂടുതൽ കിറ്റുകൾ ഉണ്ടാകാം. അതിലപ്പുറത്തേക്ക് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും വയനാട്ടിലേക്ക് പണം ഒഴുകുന്നുണ്ട് എന്നുള്ളതടക്കം BJP നേതാക്കൾ കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാട്ടിയിരുന്നു. അതായത് കോൺഗ്രസിലെ പല നേതാക്കളും വന്ന് താമസിക്കുന്നത് വലിയ വലിയ ഹോട്ടലുകളിലാണ്. ആ ഹോട്ടലുകളിലടക്കം ഇത്തരത്തിലുള്ള പണമിടപാട് നടക്കുന്നുണ്ട് എന്നുള്ളത് കഴിഞ്ഞ ദിവസം BJP ജില്ലാ സെക്രട്ടറി സജി ശങ്കർ പറഞ്ഞിരുന്നു. അത്തരത്തിൽ ചൂണ്ടിക്കാട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനു മുൻപും ഈ BJPയും അതുപോലെ തന്നെ മറ്റു പ്രതിപക്ഷ പാർട്ടികളും ഇത്തരത്തിൽ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ഇവരുടെ ഭാഗത്തു നിന്നും കൃത്യമായിട്ട് തന്നെയുള്ള ഈ കിറ്റുകൾ ഒഴുകുന്നുണ്ടെന്നും മാത്രമല്ല പണമടക്കം ഈ വയനാട്ടിലേക്ക് ഒഴുകുന്നുണ്ടെന്നും എന്നുള്ളതടക്കം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെ സാധൂകരിക്കുന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ 28 കിറ്റുകൾ കിട്ടിയത്. ആ 28 കിറ്റുകളിൽ ഭക്ഷ്യധാന്യമാണ് ഉണ്ടായത്. തിരുനെല്ലി പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ആ തോൽപ്പെട്ടി ഭാഗത്തെ സംബന്ധിച്ചിടത്തോളം നിരവധി വനവാസികൾ തിങ്ങിപ്പാർക്കുന്ന ഇടമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് അവർക്ക് ഈ കിറ്റുകൾ നൽകിക്കൊണ്ട് അവരുടെ വോട്ട് ചാക്കിലാക്കാമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് UDF ഇത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്തത്, അല്ലെങ്കിൽ കോൺഗ്രസ് ഇത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്തത് എന്നുള്ളതാണ് BJP പറയുന്നത്. മാത്രമല്ല BJP ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് മലവേൽ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു കാര്യമുണ്ട്. പ്രിയങ്ക വന്നപ്പോൾ തന്നെ പറഞ്ഞിരുന്നു കഴിഞ്ഞ തവണത്തെക്കാൾ വോട്ട് അതിലും ഇരട്ടി വോട്ട് താൻ പിടിക്കുമെന്നുള്ളത് ഉള്ള കാര്യം പ്രിയങ്ക പറഞ്ഞിരുന്നു. ഇപ്പോഴാണ് തനിക്ക് മനസ്സിലായത് അത് എങ്ങനെയാണ് പിടിക്കുക, ഇത്തരത്തിൽ കിറ്റ് നൽകിക്കൊണ്ടല്ലേ പിടിക്കുക എന്നുള്ളതടക്കം ഉന്നയിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രചാരണം ആയുധമാക്കാൻ ശ്രമിച്ചപ്പോൾ ചാക്കിലായത് പുഴുവായിരുന്നു എന്ന് മാത്രമാണ് ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ വോട്ടിന് കിറ്റ് എന്നുള്ളത് വലിയ ഹിറ്റായി മാറുകയാണ്. എന്തായാലും ആ കിറ്റാണ് ഇപ്പോൾ വയനാട്ടിൽ ഹിറ്റായിക്കൊണ്ടിരിക്കുന്നത്. ഒരു വശത്ത് പുഴുവരിച്ച അരി, മറ്റൊരു വശത്ത് സ്ഥാനാർത്ഥിയുടെ ചിത്രം പതിച്ച കിറ്റ്. ഇതിൽ
ഏത് കിറ്റാണ് ജനങ്ങൾ വോട്ടിനായി അല്ലെങ്കിൽ വോട്ട് ചെയ്യുമ്പോൾ ഏത് കിറ്റാണ് അവർ മനസ്സിൽ കരുതുക എന്നുള്ളത് നമുക്ക് തെരഞ്ഞെടുപ്പ് ചിത്രം വരുമ്പോൾ അറിയാം.